സ്പേസ് എക്സ് സിഇഒ എലോൺ മസ്കിന്റെ ഇന്ത്യ സന്ദർശനം മാറ്റിവെച്ചു. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രിയും വിവിധ സ്റ്റാർട്ടപ്പ് മേധാവികളുമായുള്ള കൂടിക്കാഴ്ചയും റദ്ദാക്കി. മസ്കുമായുള്ള കൂടിക്കാഴ്ച റദ്ദാക്കിയതായി സ്റ്റാർട്ടപ്പ് എക്സിക്യൂട്ടീവുകൾക്ക് അറിയിപ്പ് ലഭിച്ചു. ക്രിസ്റ്റീന ചെറിയാൻ ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. ക്രിസ്റ്റീന, എന്താണ് വരാത്തതിന്റെ കാരണമായി മസ്ക് പറയുന്നത്? എന്താണ് പെട്ടെന്നുള്ള ഈ റദ്ദാക്കലിന് പിന്നിൽ? ഗുഡ് മോർണിംഗ് വേണു. എന്തായാലും ഈ മാസം 10-ാം തീയതി ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി താൻ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നുവെന്ന് എലോൺ മസ്ക് എക്സിൽ പോസ്റ്റ് ചെയ്യുന്നു. അന്നു മുതൽ വലിയ ആവേശത്തിലായിരുന്നു ഇന്ത്യൻ വ്യവസായ ലോകം. എലോൺ മസ്ക് ഇന്ത്യയിലേക്ക് വരുന്നു. അദ്ദേഹത്തിന്റെ രണ്ട് പ്രധാന അജണ്ടകൾ: ഒന്ന്, ടെസ്ലയുടെ ഇലക്ട്രിക് വാഹന നിർമ്മാണ പ്ലാന്റിനായി അതിന്റെ ലോഞ്ചിനുമായുള്ള ചർച്ചകൾ; രണ്ട്, അദ്ദേഹത്തിന്റെ കമ്പനിയായ സ്റ്റാർലിങ്ക് സാറ്റ്കോം മേഖലയിൽ ലൈസൻസിങ്ങിനായി അപേക്ഷിക്കുന്നു. ഇതിനായി ഇന്ത്യൻ സർക്കാർ രണ്ട് നയങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഒന്ന്, വൈദ്യുത വാഹന നയമാണ്. ഇന്ത്യയിൽ $500 മില്യൺ നിക്ഷേപിക്കുകയും 3 വർഷത്തിനുള്ളിൽ പ്ലാന്റ് സ്ഥാപിക്കുകയും ചെയ്യുന്ന കമ്പനികൾക്ക് ഇറക്കുമതി തീരുവ ഒഴിവാക്കി കൊടുക്കുന്ന ഒരു നയം. രണ്ട്, ബഹിരാകാശ മേഖലയിലെ പ്രത്യക്ഷ വിദേശ നിക്ഷേപവുമായുള്ള നയം. ഈ ടെസ്ലയുടെയും അതേപോലെ തന്നെ സ്റ്റാർലിങ്കിന്റെയും വരവിനായി വഴിയൊരുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് കേന്ദ്ര സർക്കാർ ഈ രണ്ട് നയങ്ങൾ പെട്ടെന്ന് പ്രഖ്യാപിച്ചത് എന്ന വിലയിരുത്തലുണ്ടായിരുന്നു. പ്രധാനമന്ത്രിയുമായി തിങ്കളാഴ്ച കൂടിക്കാഴ്ച നടത്താൻ നിശ്ചയിച്ചിരുന്നു. അതിനുശേഷം ഇന്ത്യയിലെ ബഹിരാകാശ സ്റ്റാർട്ടപ്പുകളുടെ മേധാവികളുമായുള്ള കൂടിക്കാഴ്ചയും നിശ്ചയിച്ചിരുന്നു. ഒരു $300 കോടി മസ്ക് ഇന്ത്യയിൽ നിക്ഷേപിക്കും എന്ന പ്രതീക്ഷയുണ്ടായിരുന്നു. മഹാരാഷ്ട്രയും തമിഴ്നാടും അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഈ ടെസ്ലയുടെ പ്ലാന്റിനു വേണ്ടിയുള്ള സമ്മർദ്ദവും ചെലുത്തിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ കൂടിക്കാഴ്ച റദ്ദാക്കിയിരിക്കുന്നത്. കൂടിക്കാഴ്ച റദ്ദാക്കാൻ പറയുന്ന ഒരു കാരണം, 23-ാം തീയതി ടെസ്ലയുടെ വരുമാനവുമായി ബന്ധപ്പെട്ട നിക്ഷേപകരുമായും വിശകലന വിദഗ്ധരുമായും മസ്ക് ഒരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ സന്ദർശനം ആ സമയത്ത് തന്നെ വരുന്നതിനാൽ ഈ കൂടിക്കാഴ്ച ഒഴിവാക്കി, ഇന്ത്യ സന്ദർശനം ഒഴിവാക്കിയെന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. എന്നാൽ ഇതിന് പിന്നിൽ മറ്റെന്തെങ്കിലും കാരണമുണ്ടോ എന്നാണ് പുതിയ തീയതി എന്നൊന്നും വ്യക്തമല്ല ഇപ്പോൾ. എന്നാൽ ഈ വർഷം തന്നെ ഇന്ത്യയിലേക്കുള്ള സന്ദർശനം സാധ്യമാകും എന്ന് എലോൺ മസ്ക് ഇപ്പോൾ പറയുന്നുമുണ്ട്. വേണു, ഇലോൺ മസ്കിന്റെ ഇന്ത്യ സന്ദർശനം മാറ്റിവെച്ചിരിക്കുന്നു. ക്രിസ്റ്റീന ചെറിയാനാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങളുമായി ചേർന്നത്.